ഹായ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇതാട്ടോ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പം വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാൽ കാണുന്ന കാഴ്ചയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പം ഇന്നത്തെ എന്താ പരിപാടി എന്നല്ലേ പറഞ്ഞു തരാം കേട്ടോ. അതെ, പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കർമൂസ് കിട്ടി. അപ്പം കർമൂസൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, തൊലിയൊക്കെ കളഞ്ഞു, നല്ല കഴുകി വൃത്തിയാക്കി. അതിനോട് 2 ക്യാരറ്റും തൊലി കളഞ്ഞു. ഞാൻ കർമൂസ് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, 2 ക്യാരറ്റുമാണ്. നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ഒന്നും കൂടി കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഞാൻ 2 ക്യാരറ്റ് എവിടെയുള്ളൂ, അപ്പം 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇതിൽ വെച്ച് ഞാൻ ചിരണ്ടി എടുക്കുകയാണ്. അതായത് മുറിച്ചിടുന്നില്ല, ഇതുപോലത്തെ ഇതുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇതിൽ ചിരണ്ടി എടുക്കുക ചെയ്യുന്നത്, ക്യാരറ്റും കർമൂസും. അപ്പം നല്ല പനിയായത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ കഞ്ഞിയാട്ടോ വെച്ചേ. നല്ല കഞ്ഞി വെച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു അച്ചാറും മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല രസമുണ്ട് ഇല്ലേ, കർമൂസും ക്യാരറ്റും ഒരുമിച്ച് കാണാൻ. ഇത് നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. കഴുകി വൃത്തിയാക്കിയതാണ് ക്യാരറ്റും കർമൂസും കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം, ഒരു 2 സ്പൂൺ എങ്ങാനും വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറേ വെള്ളമൊന്നും വേണ്ട, ക്യാരറ്റും കർമൂസൊക്കെ വേഗം വെന്ത് വരും കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1/4 മുറി തേങ്ങയും 2-3 ചെറിയുള്ളിയും 2 പച്ചമുളകും ഒന്ന് ഒതുക്കിയെടുക്കുക. വറവിടാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്. അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ കർമൂസും നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒതുക്കിയിട്ട തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും കൂടി ഒതുക്കിയത് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 2-3 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇത്. കാരണം ഇത് വെന്തിട്ടുണ്ട്, ആ തേങ്ങയും പച്ചമുളകൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കുക. ഒരു ചട്ടി വയ്ക്കുക, നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പം തന്നെ നമുക്ക് എന്താക്കുക, ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉഴുന്നുപരിപ്പ് പൊട്ടി വരുമ്പം നല്ല ജലദോഷമുണ്ട്, തലവേദനയുണ്ട്, തലയൊന്നും കുനിക്കാൻ പറ്റുന്നില്ല, അതാട്ടോ കഞ്ഞി വെച്ചതിന്ന്. അപ്പം വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. ഇത് മാത്രം മതി കേട്ടോ കഞ്ഞിക്ക്, എനിക്ക് വേറൊന്നും വേണ്ടേ. പിന്നെ പിള്ളേർ അച്ചാറോ അല്ലെങ്കിൽ വടുവി എന്തെങ്കിലും പൊരിച്ചതായാലും മതി. അപ്പോൾ വറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെന്ത കർമൂസും ക്യാരറ്റും എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേറൊന്നുമില്ല, അടിപൊളി ഉപ്പേരി റെഡിയാ മക്കളെ. പിന്നെ എന്തൊക്കെയുണ്ട്, അവിടെയൊക്കെ മഴയൊക്കെ മാറിയോ? ഇവിടെ മഴയൊക്കെ മാറി, പക്ഷെ എന്താ കാലാവസ്ഥ ഭയങ്കര തണുപ്പും മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഈ മഞ്ഞത്ത് എനിക്ക് 2ാമത്തെ പനിയാട്ട. അപ്പോൾ ഉപ്പേരിയൊക്കെ റെഡിയായി, ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ, പെട്ടെന്ന് തന്നെ. എല്ലാവർക്കും ശുഭരാത്രി.